ദാസ്, വിജേഷ് തുടങ്ങിയവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. നവീൻ ദാസ് അക്രമികൾ സഞ്ചരിച്ച കാറിന്റെ ഉടമയാണ്. മറ്റു രണ്ടുപേർ വിവിധ അക്രമ കേസുകളിൽ നേരത്തെ പ്രതികളായിട്ടുള്ളവരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. KL 58C8144 എന്ന നമ്പറിലുള്ള കാറാണ് പോലീസ് കണ്ടെടുത്തത്. അക്രമം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പെയിന്റും കാറിന്റെ പെയിന്റും ഒരുപോലെയാണ്. TP ചന്ദ്രശേഖരന്റെ മൃതദേഹം ഓർക്കാട്ടേരിയിൽ എത്തിച്ചു. കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര രാത്രി വൈകിയാണ് ഓർക്കാട്ടേരിയിൽ എത്തിയത്. കോഴിക്കോടും വടകരയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 9 മണിയോടെയാണ് TP ചന്ദ്രശേഖരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയത്. 11:30 പോസ്റ്റ്മോർട്ടവും തുടങ്ങി. ഉച്ചകഴിഞ്ഞ് 2:30 മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സഹപ്രവർത്തകർക്ക് വിട്ടുകൊടുത്തത്. ഒഞ്ചിയം മേഖലയിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖരും വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളും ടൗൺ ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ചു. 4:15 വിലാപയാത്ര വടകരയിലേക്ക് പുറപ്പെട്ടു. ദേശീയപാതയിലുടനീളം നൂറുകണക്കിന് ആളുകൾ പ്രിയസഖാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. വടകരയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബസ് സ്റ്റാൻഡിൽ മൃതദേഹം ഒരു നോക്ക് കാണാനായി കാത്തുനിന്നത്. 7:30 വിലാപയാത്ര വടകരയിൽ എത്തിയപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. റിപ്പോർട്ടർ, കോഴിക്കോട്. TP ചന്ദ്രശേഖരന്റെ വധം വടകര റൂറൽ SP TK രാജ്മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘം